അവസാനം ഒരച്ഛൻ സ്വന്തം മകളോട് ഒരിക്കലും പറയാൻ പാടില്ലാത്ത കളവും ഞാൻ പറഞ്ഞു. അമ്മ മരിച്ചുപോയെന്ന്. അങ്ങനെ പറയാവൂന്ന് നിന്റെ അമ്മ എന്നോട് ആവശ്യപ്പെട്ടിരുന്നു. ഡാഡി, അമ്മ? യെസ്, ഷീ ഈസ് അലൈവ്. ഒരു കൊലപാതക കേസിൽ ജീവപര്യന്തം കഠിന തടവിന് ശിക്ഷിക്കപ്പെട്ട് ട്രിവാൻഡ്രം സെൻട്രൽ ജയിലിലായിരുന്നു. ഇപ്പോ വളരെ സീരിയസ് ആണ്. ട്രിവാൻഡ്രം മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുക. നമ്മളെ രണ്ടുപേരെയും അവസാനമായി ഒന്ന് കാണണമെന്ന്. ഇനി മോളെ കൂടുതലൊന്നും ചോദിക്കരുത്. ഡാഡിക്കും അറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത്രയും കാലം എല്ലാം മറച്ചു വെച്ചതിന് മോളെ ഡാഡിയോട് ക്ഷമിക്കണം. സൗന്ദര്യം ഇത്തിരി കുറഞ്ഞാലും നല്ല സൗകര്യം വളർന്നാണ് ആലോചന എങ്കിൽ സമ്മതിച്ചേക്കുക. സ്ത്രീധനം മാക്സിമം ഇങ്ങ് പോരട്ടെ. 3 പെങ്ങന്മാരെ അയക്കാനല്ലേ നിനക്ക്? എന്തായാലും രാജേട്ടൻ കെട്ടിയിട്ട് ഞാൻ കെട്ടുന്നു. ആ, രാജേട്ടൻ കെട്ടിയിട്ട് നീ കെട്ടിയത് തന്നെ. എനിക്ക് ഈ ഭാര്യ കുട്ടി പരാതിയൊന്നും ശരിയാവില്ലെന്ന് അറിയില്ല നിനക്ക്. മാത്രമല്ല അതിന്റെയൊക്കെ ഒരു പ്രായവും കഴിഞ്ഞു. സ്ത്രീ വിദ്വേഷമൊന്നുമല്ല, സ്ത്രീകളോട് എനിക്ക് വളരെ ഇഷ്ടമേ ഉള്ളൂ. Good morning, young lady. I am Major Rajashekharan Nambiar. Your good name, please? I'm sorry, Major. It's none of your business. You are right. Thank you. See you again. അപ്പോ ചൂടാവുന്ന ഇനമാണ്. സാരമില്ല, പേരൊക്കെ കണ്ടുപിടിച്ചിട്ട് നമുക്ക് സമാധാനമായിട്ട് പിന്നീട് നന്നായിട്ട് പരിചയപ്പെടാം. നശിപ്പിച്ചു. എന്നെ നന്നായിട്ട് അറിയാവുന്നൊരു കുട്ടിയാ, മലയാളി. അത് ശരി. 5-6 മാസത്തേക്കൊന്ന് ഡെറാഡൂണിൽ പോയിട്ട് വന്നപ്പോഴേക്കും ഇവിടെ പുതിയ പുതിയ കിളികൾ പറന്നെത്തിയത് അടിയൻ അറിഞ്ഞില്ല. എങ്ങനെയുണ്ട്? നന്നായിട്ട് ശുശ്രൂഷിക്കൂ. ഒരു പാവപ്പെട്ട വീട്ടിലെ കുട്ടിയാ. അതിന്റെ മുഖത്തിന് ഞാൻ എങ്ങനെ നോക്കും? അതിന്റെ മുഖത്തിന് നീ നോക്കണ്ട, ഞാൻ നോക്കിക്കോളാം. എനിക്കിങ്ങനെ കുത്തുകയും ചവിട്ടുകയും ഒക്കെ ചെയ്യുന്ന കിടാങ്ങളെയാ ഇഷ്ടം. അതിനെ ഒരു രസമുള്ളൂ. അതെ, എന്താ ഈ മാടപ്രാവിന്റെ പേര്? പേരൊന്നും ഓർക്കുന്നില്ല. ഇങ്ങോട്ട് ട്രാൻസ്ഫർ ആയി വന്നിട്ട് 3-4 മാസമായിരുന്നു. നന്നായിട്ട് അറിയാം, പക്ഷെ പേരൊട്ട് ഓർക്കുന്നുമില്ല. വേണ്ട, ഞാൻ തന്നെ തപ്പി പിടിച്ചോളാം. രാജേട്ടാ, തപ്പാനും പിടിക്കാനൊന്നും പോണ്ട. പേര് സൂസന്ന. ആഹാ, പാവ. അതിനെ വെറുതെ വിട്ടേ. പാവമൊന്നുമല്ല, പക്ഷേ വെറുതെ വിടണോ വേണ്ടയോ എന്നൊക്കെ നമുക്ക് ആലോചിക്കാം. സൂസന്ന, 1 minute. Yes, what do you want? അല്ല, പേര് ചോദിച്ചപ്പോ പറഞ്ഞില്ല, പിന്നെ അറിഞ്ഞപ്പോ ഒന്ന് വിളിച്ചു, അത്രേ ഉള്ളൂ. പേര് ചോദിച്ചാൽ പറയാനുള്ള ബന്ധമൊന്നും നമ്മൾ തമ്മിലില്ലല്ലോ. ആ, ഇങ്ങനെയൊക്കെയാ കൊച്ചേ മനുഷ്യർ തമ്മിൽ ബന്ധവും പരിചയമൊക്കെ ഉണ്ടാവുന്നത്. അതൊക്കെ ഇരിക്കട്ടെ. ഏതായാലും ഇപ്പൊ ഇത്രയൊക്കെ പരിചയമായില്ലേ, ഇനി ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ട്. എവിടെയാ നാട്, എവിടെയാ വീട്, വീട്ടിൽ ആരൊക്കെയുണ്ട്? ഇതൊക്കെ അറിയാൻ നിങ്ങൾ ആരാണ് മിസ്റ്റർ? ഒരു സൗന്ദര്യാസ്വാദകൻ അല്ലേ? പറയണ്ട. നാടും കൂടും ഒക്കെ ഞാൻ തന്നെ കണ്ടുപിടിച്ച് ഇതുപോലെ വീണ്ടും വന്ന് കണ്ടോളാം. ഓക്കെ, സീ യു അഗൈൻ. അറിയാമോ എന്തൊക്കെയുണ്ട് വിശേഷം? ഓ, മറിയാമ്മയ്ക്ക് എന്തോന്ന് വിശേഷം? ഇങ്ങനെ തട്ടിമുട്ടിയൊക്കെ അങ്ങ് ജീവിക്കുന്നു. എന്നാലേ പുതിയ കൂട്ടുകാരിക്ക് ഈ നമ്പ്യാർ സാബിന്റെ മൊത്തത്തിലുള്ള ബയോഗ്രഫി ഒന്ന് പറഞ്ഞു കൊടുക്കണം. എന്നാലേ കാര്യങ്ങളോട് എളുപ്പമാവും. സീ യു. നമ്പ്യാരെ ഒന്ന് കാണാനിരിക്കുകയായിരുന്നു. ഞാൻ എവിടെയെങ്കിലും ഒന്നിനെ നോക്കി വെച്ചാൽ ഉടനെ അവിടെ തന്നെ കൊത്തണമെന്ന് തനിക്ക് എന്താ ഇത്ര നിർബന്ധം? മനസ്സിലായില്ല. അല്ല, താനൊന്ന് വഴിയില്ല പുതിയ രംഗത്തുണ്ടല്ലോ സൂസന്ന, അതിനെ പിടിച്ചേർത്തി എന്തൊക്കെ ചോദിച്ചെന്നോ പറഞ്ഞെന്നോ ഒക്കെ അറിഞ്ഞു. ആണുങ്ങളായ പെൺപിള്ളാരെ വഴി തടഞ്ഞു നിർത്തി പലതും ചോദിച്ചെന്നും പറഞ്ഞെന്നും ഒക്കെ ഇരിക്കും. അല്ലെങ്കിലും പണ്ടേ താൻ കണ്ടുവയ്ക്കും, ഞാനങ്ങ് കൊണ്ടുപോവുകയും ചെയ്യും. അതല്ലേ പതിവ്. താനിക്ക് എച്ചില് തിന്നറിയോ ഉള്ളൂ. എപ്പോഴും അങ്ങ് എച്ചില് തിന്നുമെന്ന് വിചാരിക്കണ്ട, ചിലപ്പോ തിരിച്ചും സംഭവിക്കും. ഓ, അങ്ങനെ സംഭവിക്കുന്ന ദിവസം ഞാൻ ഈ മീശ പഠിച്ചങ്ങോട്ട് കളഞ്ഞിട്ട് തന്റെ മുമ്പ് ഇങ്ങനെ സല്യൂട്ട് അടിച്ച് നിൽക്കും. ഇനി ഇയാൾ എന്നെ ചെന്ന് അപ്പുറത്തെ ടേബിളിലോട്ട് പോയിരിക്കും. ഇവിടെ ഇരുന്നാ ശരിയാവില്ല. ചെല്ല ചെല്ലോ.
നിങ്ങൾ തമ്മിൽ എപ്പ കണ്ടാലും ഈ പെണ്ണ് കേസല്ലാതെ വേറെ ഒന്നും പറയാനില്ലേ? ഇറ്റ്സ് റിയലി എ ഷെയിം. അല്ലേ തന്നെ ഇവനെ കണ്ട എനിക്കും ചൊറിയും, എന്നെ കണ്ട അവനും ചൊറിയും. എനിക്കിപ്പോ ചൊറിച്ചൽ മാത്രമല്ല, കഴിക്കുന്ന നല്ല തരിപ്പുണ്ട്. അത്ര തരിപ്പാണ് ചെയ്യാനുള്ള ചെയ്തിട്ട് പോണാ പുല്ലേ. ഓ രാജേട്ടാ, ദേ മേജറെ കൈ ചൂട്ടി കാണിച്ച് പേടിപ്പിക്കല്ലേ. പോ രാജേട്ടാ, ഇരിക്കെ, കുടിച്ചു തീർക്കാൻ നോക്ക്, എന്നിട്ട് പോവാം. അപ്പോ സൂസനെ കാണാൻ വീണ്ടും ശ്രമിച്ചു അല്ലേ? ഈ സൂസന്റെ കാര്യത്തിൽ ഇയാൾക്കെന്താ എത്ര വിഷമം? ഇയാളാര് ലോക മനസാക്ഷിയോ? ഇനി അതല്ല, നിനക്ക് എന്തെങ്കിലും താല്പര്യമുണ്ടേ പറഞ്ഞു, ഞാനങ്ങ് വിട്ടേക്കാം. എനിക്ക് അങ്ങനെ പ്രത്യേകിച്ച് ഒരു താല്പര്യവും. പക്ഷേ ഈ പാവം പിടിച്ച പെൺകുട്ടികളെ പഴപ്പിച്ചാൽ അതിന്റെയൊക്കെ കണ്ണീരിന് ഇന്നല്ലെങ്കിൽ നാളെ അനുഭവിക്കേണ്ടി വരും. അതുകൊണ്ട് പറഞ്ഞത്. അല്ല, നമുക്ക് ഈ ടോപ്പിക് ഇവിടെ വെച്ച് നിർത്താം. കൂടുതൽ സംസാരിച്ചാൽ ബോറാവും. ബോറായി. അതുകൊണ്ട് How do you feel now, Major? Feeling better, doctor. That's good. We'll continue the same drugs for 3 more days. Yes, doctor. സർവീസിൽ ആദ്യമായിട്ടാണ് ഇങ്ങനെ അബദ്ധം പറ്റുന്നത്. സത്യത്തിൽ റോപ്പി പിടിച്ച് മുകളിലോട്ട് കയറുമ്പോ ഞാൻ ബ്ലാക്ക് ഔട്ട് ആയിപ്പോയി. ദിവസവും 5-8 ചുരുട്ടും വലിച്ച് 8-9 പേക്ക് റമ്മും കുടിച്ചാ പിന്നെ ആരാ ബ്ലാക്ക് ഔട്ട് ആവാണ്ടിരിക്കുക? യെസ്, ദാറ്റ് ഇസ് ട്രൂ. വയസ്സ് 10-40 കഴിഞ്ഞില്ലേ? ഇനി മുതൽ എല്ലാ കാര്യങ്ങൾക്കും ഒരു കൺട്രോൾ വേണം. ലെസ്സർ ഡ്രിങ്ക്സ് ആൻഡ് ലെസ്സർ സിഗാർസ്. 1-2 ദിവസത്തിനും യു ക്യാൻ ഗോ ബാക്ക് ടു യുവർ വർക്ക്. സീ യു ടുമോറോ. See you. I'll join you in the OP, sir. ഓക്കെ. ഈ വീഴ്ച രാജേട്ടനൊരു വാർണിംഗ് ആണ്. ഒരു കല്യാണമൊക്കെ കഴിച്ച് സെറ്റിൽഡ് ആവണം. എങ്കിലേ ഇപ്പോഴത്തെ ജീവിത രീതികൾക്കൊരു മാറ്റം ഉണ്ടാവും. അല്ലെങ്കിൽ എന്നും മദ്യപാനവും പെണ്ണുകേസുമായിട്ട് സ്വയം നശിക്കാം. അതേ, ഇങ്ങനെ വീണത് നന്നായി. അതുകൊണ്ട് ഇതുപോലെ ഇവിടെ കിടക്കാൻ വരാനും പുതിയ പുതിയ പൈങ്കിളികളെ ഒന്ന് കാണാനും പരിചയപ്പെടാനും ഒക്കെ ഒരു അവസരമായല്ലോ. ഉപദേശിച്ചിട്ട് ഒരു കാര്യവുമില്ല. ചിലര് കണ്ടുപഠിക്കും, ചിലര് കൊണ്ടുപഠിക്കും. ഇതിനി ദൈവം തമ്പുരാൻ തന്നെ വിചാരിക്കണം. പൗലോസേ, 3-4 ദിവസത്തിനുള്ളിൽ നമുക്ക് പോകാമെന്നല്ലേ ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്? ഏതായാലും ഇയാളൊന്ന് വീണു. എനിക്ക് നന്നായിട്ട് വീണ് കയ്യോലൊടിച്ച് 1 മാസം കിടന്നിരുന്നെങ്കിൽ ശുശ്രൂഷിക്കാനെങ്കിലും ഒരു പെണ്ണ് കെട്ടിയാലോ എന്നുള്ള ചിന്തയെങ്കിലും വന്നേന്. ഇയാളും രക്ഷപ്പെട്ടേന്, ഞാനും രക്ഷപ്പെട്ടേന്. താനെന്തോ പിറവിറക്കുന്നേ? ഒന്നുമില്ല സാർ, ഓരോ സമയദോഷങ്ങളെ കുറിച്ച് ആലോചിക്കുകയായിരുന്നു. ഓഹോ, ചിറ്റപ്പനോ? അതേടാ, ഞാൻ തന്നെ ചിറ്റപ്പൻ. എന്താ നിനക്ക് ഇഷ്ടായില്ലേ? ഒട്ടും ഇഷ്ടമായില്ല. കഴിഞ്ഞ ആഴ്ച വന്ന് പോയതല്ലേ ഉള്ളൂ. അതേടാ, എന്റെ ചെക്കൻ എനിക്ക് ഇഷ്ടമുള്ളപ്പോഴൊക്കെ ഞാൻ വന്ന് കാണും. അതിനെനിക്ക് നിന്റെ സമ്മതമൊന്നും വേണ്ടടാ. മാറി നിൽക്കണം, ഞാൻ എന്റെ ചെക്കനെന്ന് കാണട്ടെ. നിനക്ക് എന്ത് പറ്റിയടാ രാശാരം കുട്ടി? ചിറ്റപ്പൻ എന്താ നീ അറിയിക്കാഞ്ഞത്? ഞാനൊരു സ്വപ്നം കണ്ടു. നീ എന്നെ വേഗം വാ ചിറ്റപ്പ, വേഗം വാ ചിറ്റപ്പ എന്ന് വിളിക്കുന്നതായിട്ട്. അതല്ലേ ഞാൻ വേഗം ഓടി വന്നത്. നിന്ന് പിടിച്ചേ. പിടിക്കാൻ കസേരയിലുണ്ടോ? ഇല്ല. അല്ല, നിനക്ക് എന്താ പറ്റിയേ? ഓ, ഒന്നുമില്ല, ഒന്ന് വീണു. 3-4 ദിവസത്തിനുള്ളിൽ തിരിച്ചു പോവാം. തിരിച്ചൊക്കെ പോകാമായിരിക്കും, പക്ഷെ ഒന്ന് വീണതല്ലേ. ഇവിടുത്തെ മരുന്നുകൊണ്ടൊന്നും വേദന മാറില്ല. ഇവിടെ ഒരു കുപ്പി ബ്രാൻഡ് സംഘടിപ്പിക്കാൻ പറ്റുമോ? എന്തിനാ? ഉരുണ്ട് കളിക്കാതെ കാര്യം പറ. കിട്ടുമോ? കിട്ടും. നല്ല ചൂടുവെള്ളം കിട്ടുമോ? കിട്ടും. കുരുമുളക് കിട്ടുമോ? എന്തിനാ രസം വെക്കാന്? അതിനല്ലടാ മണ്ട. 2 ഔൺസ് ബ്രാൻഡിയിൽ 2 ഔൺസ് ചൂടുവെള്ളം ഒഴിച്ച് 2 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ട് കലക്കുക. എന്നിട്ട് ഇങ്ങനെ കൊടുക്കുക. അതങ്ങനെ ഒരു 6 നേരം കൊടുക്കുമ്പോ എനിക്കും അതുപോലെ തന്നെ 6 നേരം ചുടുവെള്ളവും കുരുമുളക് പൊടിയും ഇല്ലാണ്ട് ഇങ്ങോട്ട് തരിക. അതോടുകൂടി എല്ലാം തീരും. അങ്ങനെ തികഞ്ഞ ആരോഗ്യവാനായിട്ട് നീ എഴുന്നേറ്റ് നടക്കുന്നത് കണ്ടിട്ട് ഈ ചിറ്റപ്പൻ ഇവിടുന്ന് തിരിച്ചു പോവുള്ളൂ. അതൊന്നും വേണ്ട ചിറ്റപ്പ, പൗലോസ് ഉണ്ടല്ലോ. 1-2 ദിവസം കഴിഞ്ഞ് ചിറ്റപ്പൻ പോയിക്കോളൂ. അല്ല, അമ്മയ്ക്കൊന്നും വിശേഷം? 4-ാം നാൾ വാദപ്പനി ഒന്ന് കൂടി. കഷായം കുടിച്ചപ്പോ അതോട് കുറഞ്ഞു. അതൊക്കെ പോട്ടെ. മിനിഞ്ഞാന്ന് ഫോൺ ചെയ്തപ്പോ കുറച്ച് കാവർത്തതും കടുമാങ്ങയൊക്കെ കൊടുത്തു വിടുന്നു പറഞ്ഞിരുന്നല്ലോ. ആര് പറഞ്ഞു? അമ്മ. ആര്? അമ്മ. അത് ഞാൻ പറഞ്ഞില്ലേ രാശാരിൻകുട്ടി? അതെന്തേ ഞാൻ പറയാഞ്ഞത്? അതെ, ഞാൻ വീട്ടിൽ നിന്ന് എടുക്കാൻ മറന്നു. എവിടാ? വെള്ളമടിച്ച് എവിടെയെങ്കിലും വെച്ച് മറന്നു കാണും ചിറ്റപ്പോ. ദേ, അധികം തമാശ വേണ്ട. മിലിറ്ററി ആണെന്നൊന്നും ഞാൻ നോക്കില്ല. അടിച്ച് ചെവിപ്പിക്കോ. പോട്ടെ പോട്ടെ പോട്ടെ. പൗലോസേ, ചിറ്റപ്പനെ ക്വാർട്ടേഴ്സിലേക്ക് കൂട്ടിക്കൊണ്ടു.
ചിറ്റപ്പൻ ഇനി നാളെ രാവിലെ വന്നാൽ മതി. ആ, നല്ല തണുപ്പുണ്ട് ഇവിടെ. ഉണ്ടവിടെ. വാടാ വാ. ഇയാള് ചിറ്റപ്പനല്ല ഫിറ്റപ്പനാ. അവിടെ ഇരിക്കുന്ന റം മുഴുവൻ ഇയാളിന്ന് കുടിച്ചു തീർക്കും. അയ്യോ, ദാ, നീ എന്താ ആലോചിക്കണേ? നിന്റെ ആരെങ്കിലും ചത്ത? ഒന്നുമില്ല. എന്നാ ഇങ്ങട് വാ. ആലപ്പുഴയാണ് വീട്. അച്ഛൻ സർവീസിൽ ഡ്രൈവറായിരുന്നു. ഒരു ചേച്ചി, ഒരനുജത്തി, ഒരനുജൻ സിവിലിയൻ ക്വാർട്ടേഴ്സിൽ താമസിക്കുന്നു. ഒട്ടും വേദനിച്ചില്ല. അങ്ങനെ അങ്ങ് പോയാലോ? ഇനിയുമുണ്ട് ഒരുപാട് കാര്യങ്ങൾ അറിയാൻ. എന്റെ ചെമ്മടി കുട്ടിയല്ലേ. സോറി. രാജേട്ടൻ കാണിച്ചത് തെമ്മാടിത്തരമായിപ്പോയി. നല്ലവളായതുകൊണ്ട് സൂസന്നെ ഇതുവരെ ഇതാരോടും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. റിപ്പോർട്ട് ചെയ്തിരുന്നെങ്കിൽ ഈ എനിക്ക് പോലും അവരുടെ കൂടെ നിൽക്കാനേ കഴിയൂ. യു ബിക്കം സോ ചീപ്പ്. രാജേട്ടൻ ഒരു കാര്യം മനസ്സിലാക്കണം. പുരുഷന്റെ സുഖങ്ങൾക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള കളിപ്പാട്ടമല്ല സ്ത്രീ. രാജേട്ടന്റെ വീട്ടിലെ കാശിന്റെ ഔദാര്യമാണ് ഞാൻ ഇട്ടിരിക്കുന്ന വെള്ളക്കോട്ട്. അതുകൊണ്ട് ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ധാർമ്മിക രോഷം. ഇന്ന് രാവിലെ ഡോക്ടർ സണ്ണി വന്നപ്പോ ഇന്നലെ നടന്ന സംഭവം ഞാൻ പറഞ്ഞു. അയാളങ്ങ് ചൂടായി. എന്നിട്ടൊരു ഉപദേശവും. പുരുഷന്റെ സുഖഭോഗങ്ങൾക്ക് വേണ്ടി മാത്രം സൃഷ്ടിക്കപ്പെട്ടിട്ടുള്ള കളിപ്പാട്ടമല്ല സ്ത്രീയെന്ന്. ആ, ബാക്കി കിട്ടി. ബീഹാറിൽ നിന്ന് നഴ്സിംഗ് പാസ്സായി ആദ്യത്തെ പോസ്റ്റിംഗ് ഡെറാഡൂൺ, പിന്നെ ദേശ്പൂർ, അംബാല, പിന്നെ 6 മാസമായിട്ട് ഇവിടെ. എന്താ, ഒന്നുകൂടെ പൊട്ടിക്കണമെന്ന് തോന്നുന്നുണ്ടോ? ഇടത്തെ കരണത്തടിച്ച വലത്തെ കരണം കൂടെ കാണിച്ചു കൊടുക്കണമെന്നാ ക്രിസ്തുദേവൻ പറഞ്ഞിരിക്കുന്നത്. നീ എന്തിനാ അത്യാവശ്യമായിട്ട് എന്നെ വിളിപ്പിച്ചത് മോനെ? അതെ, 2 ദിവസമായില്ലേ ചിറ്റപ്പം വന്നിട്ട്. ഇനി പൊയ്ക്കോളൂ. നീ ഈ നിലയിലിരിക്കുന്നത് കണ്ടിട്ട് ചിറ്റപ്പൻ എങ്ങനെ മനസമാധാനത്തോടെ തിരിച്ചു പോവാ? അതൊന്നും സാരമില്ല. സാബിന്റെ കാര്യങ്ങൾ നോക്കാൻ ഞാനില്ലേ. ചിറ്റപ്പൻ പൊക്കോ. എന്നെ നാളെ രാവിലെ ഡിസ്ചാർജ് ചെയ്യും. ഡോക്ടർ വന്നിരുന്നു. ദാ. പിന്നെ ഇതൊന്നും വീട്ടിലോട്ട് എഴുന്നള്ളിക്കണ്ട. അത് മതി അമ്മയ്ക്ക്. ചിറ്റപ്പൻ നേരെ വീട്ടിലേക്കല്ലേ? അല്ല, ഇവിടുന്ന് നേരെ കോയമ്പത്തൂർ ഇറങ്ങും. നമ്മുടെ ദുബായിലെ കുട്ടപ്പന്റെ മോന് മെഡിക്കൽ കോളേജിൽ അഡ്മിഷൻ കിട്ടിയിട്ടുണ്ട്. അവൻ നന്നായിട്ട് പഠിക്കണ്ടോന്ന് അന്വേഷിക്കണം. ഒരു രാത്രി അവിടെ തങ്ങി അവിടുത്തെ ക്രാങ്ങളൊക്കെ ആയിട്ടൊന്ന് കൂടി അവിടുന്ന് നേരെ പാലക്കാട്ട് നമ്മുടെ നളിനിയുടെ അമ്മായിരമോ. അതൊന്നും വേണ്ട. നേരെ വീട്ടിലെത്താൻ നോക്ക്. ആവശ്യത്തിൽ കൂടുതൽ കാശ് ഞാൻ തന്നിട്ടില്ലേ? പിന്നെന്തിനാ വെറുതെ മനുഷ്യരെ ബുദ്ധിമുട്ടിക്കുന്നത്? അതേടാ, എനിക്കറിയാം. ചിറ്റപ്പൻ എല്ലാവർക്കും ഒരു ബുദ്ധിമുട്ടാ. കല്യാണം വന്നാലും കേസ് വന്നാലും മരണം വന്നാലും എല്ലാവർക്കും ചിറ്റപ്പനെ വേണം. എല്ലാം നടത്തി കൊടുക്കാം. ചിറ്റപ്പൻ ഇങ്ങനെ എല്ലാവർക്കും ഒരു ഉപകാരിയായി പോയി. അതെന്തൊരു വീക്ക്നെസ്സാ. അയ്യോ ചിറ്റപ്പ, അതല്ല പറഞ്ഞേ. ഇങ്ങനെ ഊരിവിറ്റ് നടക്കാതെ നമ്മുടെ വീട്ടിലേക്ക് ഒരുപാട് കാര്യങ്ങളില്ലേ നോക്കാൻ. ചിറ്റപ്പന്റെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. ചിറ്റപ്പൻ ആര് പറഞ്ഞാലും കേൾക്കില്ല എന്ന് എനിക്കറിയാലോ. എന്തോ? പക്ഷെ നീ പറഞ്ഞാൽ മാത്രം ഞാൻ കേൾക്കും. നീ എനിക്ക് വീക്ക്നെസ് ആയി പോയി. എന്നാ ശരി ചിറ്റപ്പൻ പോ. എന്നാ സമയം കളയണ്ട. ഞാൻ ബസ് സ്റ്റോപ്പിൽ കൊണ്ട് വിട്ടുതരാം. അല്ലെങ്കിൽ നീ രാത്രി ബസ് കിട്ടിയില്ല എന്ന് പറഞ്ഞ് തിരിച്ചു വരണ്ട. എടാ സഹായക് പൗലോസേ, എന്റെ സ്വകാര്യ പ്രശ്നത്തിൽ നീ സഹായിക്കണ്ട. അതിന് പകരം എന്റെ കൂടെ വന്ന് എന്റെ പെട്ടിയിൽ തന്നെ സഹായിക്ക്. രാശേരും കുട്ടി ഇതിന്റെ ഇടയിൽ എനിക്ക് കാശ് തന്നാ? അതവിടെ പോയി. പോക്കറ്റില്ല. കൊറേ പ്രായമായില്ലേ, ഓർമ്മക്കുറവായി. ഇത് മറക്കില്ലല്ലോ. അതിന് നിനക്ക് എന്താ വേണ്ടേ? ഒന്നുമില്ല. നടക്ക്. ആഹാ, ഇതാരും അറിയാമേ. എന്ത് പറ്റി? ഡ്യൂട്ടി മാറിയോ? ഇങ്ങനെയാണെങ്കിൽ ഡ്യൂട്ടി മാറേണ്ടി വരും. സൂസനെ ലീവ് എടുത്തു. എല്ലാവരും ഈ മറിയാമ്മയെ പോലെയല്ല മേജർ സാബ്. സാബിനെ ഡിസ്ചാർജ് ചെയ്തിട്ട് ഇനി സൂസനെ ഡ്യൂട്ടിയിൽ ജോയിൻ ചെയ്യൂ. ഗുഡ് നൈറ്റ് മേജർ സാർ. ഗുഡ് നൈറ്റ്. ഗുഡ് മോർണിംഗ് സൂസന.
എന്നെ ഡിസ്ചാർജ് ചെയ്തിട്ടേ തിരിച്ച് ജോയിൻ ചെയ്യുന്ന നിർബന്ധമായിരുന്നു അല്ലേ? എന്നെ അത്രയ്ക്ക് വെറുപ്പ? എല്ലാവരെയും കാണുന്ന പോലെ എന്നെ കാണരുത് പ്ലീസ്. എന്നെ ഇങ്ങനെ ഇനി ശല്യപ്പെടുത്തരുത്. ഞാൻ ഒരുപാട് തെറ്റുകൾ ചെയ്തിട്ടുണ്ട്. അതൊക്കെ മേലിൽ ആവർത്തിക്കില്ല എന്ന് തീരുമാനവും എടുത്തു. നൗ ഐ ആം സീരിയസ്. എനിക്ക് സൂസന്നെ ഇഷ്ടമാണ്. ഇത് ഞാൻ ഒരുപാട് കേട്ടുമടുത്ത വാക്കുകളാണ്. തന്നെയുമല്ല, നിങ്ങളൊരു മേജറാണ്, ഞാൻ വെറും ഒരു നേഴ്സും. ഞാൻ എവിടെയാ നിൽക്കുന്നതെന്ന് എനിക്ക് നന്നായി അറിയാം. മിലിറ്ററി ബാരക്കുകളിൽ സ്ഥിരം നടക്കാറുള്ള ഇതുപോലത്തെ ഒരു മൂന്നാംകിട പ്രണയ നാടകത്തിന് എനിക്ക് തീരെ താല്പര്യമില്ല. എന്നെ ഇതും പറഞ്ഞ് ശല്യപ്പെടുത്തരുത്. എന്റെ അപേക്ഷയാണ്. ഐ എം സോറി. രാജേട്ടൻ വളരെ ആലോചിച്ചെടുക്കേണ്ട തീരുമാനമാണ്. ആൽക്കഹോളിക് ആയ ഒരപ്പൻ, പേരുദോഷം കേട്ട് കെട്ടിക്കാൻ നിൽക്കുന്ന ചേച്ചി, പോലീസ് സ്റ്റേഷനിൽ സ്ഥിരം കയറി ഇറങ്ങുന്ന അനുജൻ, അതിന്റെ ഇളയതൊരു പെങ്കൊച്ചു സ്കൂളിൽ. എല്ലാം സൂസന്നയുടെ ശമ്പളം കൊണ്ട് മാത്രം വേണം നടക്കാൻ. തന്നെയുമല്ല, രാജേട്ടന്റെ കുടുംബക്കാർക്ക് ഇത് ചിന്തിക്കാൻ പോലും പറ്റില്ല. രാജേട്ടന്റെ കാര്യങ്ങൾ രാജേട്ടൻ തീരുമാനിച്ചോളാം. താൻ സൂസന്നയുമായിട്ട് സംസാരിച്ച് അപ്പനെ ഒന്ന് കാണാനുള്ള ഏർപ്പാട് ചെയ്താൽ മതി. ഐ റിയലി മീൻ ഇറ്റ്. ഐ എം സീരിയസ്. ഓക്കെ, ഞാൻ സംസാരിക്കാം. See you tomorrow. Good night. Good night.